ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ഈ ഒരു കുർത്തിയുടെ സ്ലീവിൻ്റെ ഡിസൈനിങ് ആണ്. ഇതാണ് നമ്മൾ ചെയ്യുന്ന സ്ലീവിൻ്റെ ഒരു ഡിസൈൻ. എൽബോ സ്ലീവായിട്ടാണ് വരുന്നത്. ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് താഴേക്കാണ് കേട്ടോ ഡിസൈൻ വരുന്നത്. അതിൽ ഫ്ലവേഴ്സ് ലീവ്സ് എല്ലാം വരുന്ന പോലെ ഒരു ഡിസൈനാണിത്. ഈ ഡിസൈൻ ചെയ്യാനായിട്ട് ഇത്രയും മെറ്റീരിയൽസാണ് ഞാൻ എടുത്തേക്കുന്നത്. ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, സിൽവർ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ പിങ്ക് കളറുള്ള സീക്വൻസും എടുത്തിട്ടുണ്ട്, പിന്നെ 2 കളർ ഷെയ്ഡിലുള്ള സിൽക്ക് ത്രെഡും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ സ്റ്റെമ്മിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കട്ട് ബീഡ്സ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ് ആണ്. എന്നിട്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ ഞാൻ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇതേപോലെ തന്നെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ചില ബിഗിനേഴ്സൊക്കെ പറയാറുണ്ട് അവർ ബീഡ് വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പം ബീഡ്സ് ലൂസായി പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ബീഡ്സ് ഇളകി പോകുന്നില്ല. ഇനി ലീഫിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ആ നീഡിലേക്ക് തന്നെ ഞാനൊരു 4 ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അതൊന്നിച്ചെടുത്തിട്ട് ഇതുപോലെ ചെരിച്ച് വെച്ച ശേഷം താഴേക്ക് താഴ്ത്തി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് ആ ബീഡ്സ് ആകും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ലീഫ് ചെയ്തെടുക്കാനായിട്ട്. അടുത്ത പെയർ ലീഫ് നമ്മൾ ചെയ്യുമ്പോൾ സിൽവർ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സും അതുപോലെ സിൽവർ കട്ട് ബീഡ്സും മാറ്റി മാറ്റി വേണം ലീഫിൻ്റെ വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി റൗണ്ട് ഷേപ്പിലുള്ള ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ ഇൻസൈഡിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു സീക്വൻസ് എടുക്കുകയാണ്. പിങ്ക് കളറുള്ള സീക്വൻസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി ആ സർക്കിളിൻ്റെ ബോർഡർ ഉണ്ടല്ലോ അവിടേക്ക് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ ഔട്ടർ ബോർഡർ ആദ്യമേ സീക്വൻസ് വെച്ചിട്ട് ഒരു റോ ചെയ്ത് കൊടുക്കണം. ഇനി ഇൻസൈഡായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു 2 റോ അല്ലെങ്കിൽ 3 റോ ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ഇനി ആ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ഗോൾഡൻ റൗണ്ട് ബീഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തത് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഫ്ലവറാണ്. അപ്പോൾ ഞാനിവിടെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. 4 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ട് മടക്കിയിട്ട് അത് 8 സ്ട്രാൻഡ്സ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലേസി ഡേസിയുടെ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കോർണറിലേക്ക് വേണം ആദ്യത്തെ ഫസ്റ്റ് ലേസി ഡേസി ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ലേസി ഡേസി ആയിരിക്കും. പിന്നെ ബാക്കി അതിൻ്റെ 2 വശത്തേക്കായിട്ട് 2 ലേസി ഡേസിയും കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്.
ഇനി ഒരു ചെറിയ റൗണ്ട് ഉണ്ട്. ഇവിടെ നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ഒറ്റ തവണ മാത്രം ചുറ്റിയിട്ട് നമ്മളവിടെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. സ്ലീവിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പം ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സ്ലീവിൻ്റെ ഡിസൈനാണ്. അപ്പോൾ നിങ്ങളിത് വേണമെങ്കിൽ സാരി ബ്ലൗസിലും ട്രൈ ചെയ്യാവുന്നതാണ്, കുർത്തിക്ക് മാത്രമല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.